കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ബൈനറി ഓപ്പറേഷൻ്റെ അസോസിയേറ്റിവിറ്റി, കമ്മ്യൂട്ടേറ്റിവിറ്റി അങ്ങനെ ചില കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബൈനറി ഓപ്പറേഷൻ എങ്ങനെ ഒരു ടേബിൾ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. ബൈനറി ഓപ്പറേഷൻ, അതായത് സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ. അവിടെ ആ ഓപ്പറേഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ടേബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. സോ suppose we have a set S. Suppose we have set S and the elements in the set S are, let it be A, B, C. That means S is equal to set A, B, C. Then we define a binary operation star on S. How we define? We represent this binary operation in a table form. We take, suppose the table has rows and columns. We take the elements of S as A, B, C. So here മേലെ നമ്മൾ എ ബി സി എഴുതുന്നു. ഇവിടെ സ്റ്റാർ ഏതാണ് ഓപ്പറേഷൻ അത് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നു. എ ബി സി 4 എലമെന്റ്സ് ആണെങ്കിൽ ഒരു ഇതുകൂടെ വരും, ഡി വരും. അപ്പോൾ ആ എലമെന്റ്സ് റോയും കോളവുമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഇനി എങ്ങനെയാണ് ഇവിടെ ഓപ്പറേഷൻ വരുന്നത്? എ സ്റ്റാർ എ, ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. എസ് ക്രോസ്, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം എസ് ക്രോസ് എസ് ടു എസ്. അപ്പൊ എസ്സില് 2 എലമെന്റ് തമ്മിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. സോ ഹിയർ ഇവിടെ നമ്മൾ സ്റ്റാർ ആണ് ബൈനറി ഓപ്പറേഷൻ ആയിട്ട് പറയുന്നത്. ആ ഓപ്പറേഷൻ എങ്ങനെ ഡിഫൈൻ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ എ സ്റ്റാർ എ എന്താ വരുന്നത്, എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ബി. അതുപോലെ എ സ്റ്റാർ ബി, എ സ്റ്റാർ ബി എന്ന് പറയുന്നത് സി. അതുപോലെ എ സ്റ്റാർ സി ഇസ് ഈക്വൽ ടു ബി. അതുപോലെ ബി സ്റ്റാർ എ ഇസ് ഈക്വൽ ടു എ. അപ്പോൾ ടേബിൾ ഫോമിൽ നമ്മൾക്ക് ഒരു ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ എങ്ങനെ എലമെന്റ്സുകൾ നമുക്ക് പറയാൻ പറ്റുന്നത്? അതായത് ith entry on the left, ith entry on the left of the table, ith entry on the left of the table into jth entry on the top. അപ്പോൾ ടേബിൾ ഉണ്ട്, അതിൽ ith entry on the left എന്ന് പറയുമ്പോൾ ഇവിടെ, jth entry on the top. അപ്പോൾ ഓപ്പറേഷൻ അപ്ലൈ ചെയ്യുന്നു, സ്റ്റാർ അപ്ലൈ ചെയ്യുന്നു. ith entry on the left star, jth entry on the top. ith entry on the left star, jth entry on the top. അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ijth entry on the body of the table. ijth entry on the body of the table. മനസ്സിലായോ? അപ്പോൾ ഒരു ടേബിൾ ഫോമിൽ നമുക്ക് ഒരു ബൈനറി ഓപ്പറേഷൻ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ സെറ്റിലെ എലമെന്റ്സുകൾ റോയും കോളവുമായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അവിടെ ith എൻട്രി നമ്മൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു? നടുവിൽ നമ്മൾ ഈ സ്റ്റാർ കൊടുക്കുന്നു. ഇനി എന്താ ചെയ്യുന്നത്? ith എൻട്രി ഓൺ ദി ലെഫ്റ്റ്, ith എൻട്രി ഓൺ ദി ലെഫ്റ്റ് ഇൻറ്റു jth എൻട്രി ഓൺ ദി ടോപ്പ് ഈക്വൽ ടു എൻട്രി ഇൻ ദി ith റോ ആൻഡ് jth കോളം ഓഫ് ദി ടേബിൾ. So we can represent a binary operation using a table. So this is another form of representing a binary operation. So we discussed in our videos, in the previous videos we discussed about commutative binary operation, associative binary operation. Now we discussed about the table representation of a binary operation. So we can represent a binary operation in the table form also. Is it clear? Now we are moving to our main part of the section, which is നമ്മുടെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യലാണ് നമ്മളുടെ എയിം എന്ന് നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യലാണ് നമ്മളുടെ എയിം എന്ന് അറിയാം. ആ ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. സെറ്റ് എസ് വേണം, ഒരു ബൈനറി ഓപ്പറേഷൻ വേണം. ആ ബൈനറി ഓപ്പറേഷൻ ചില ആക്സിയംസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ
അതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ആൾജിബ്രൈക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? എ സെറ്റ് ടുഗദർ വിത്ത് എ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ. A set together with a binary operation star. This is known as an algebraic structure, or it is also known as a groupoid. A set together with a binary operation is also known as a groupoid. If this binary operation star is associative, then that algebraic structure is known as a semigroup. അപ്പോൾ പകുതി എത്തിയിട്ടാ നമ്മള് ഗ്രൂപ്പ് ഡിഫൈൻ ചെയ്യുന്ന സെമി ഗ്രൂപ്പ് വരെ എത്തി. അപ്പോൾ ആൾജിബ്രൈക് സ്ട്രക്ചർ മീൻസ് a set together with a binary operation, that is also known as groupoid. If that binary operation is associative, if the given binary operation is associative, then that algebraic structure is known as a semigroup എന്ന് നമുക്ക് പറയാൻ പറ്റും. So can you give one example for a semigroup? Suppose that we consider the set as set of integers. S is equal to Z. Z together with the addition. Set of integers together with the addition. This is a semigroup. Here addition is a binary operation and that binary operation is associative, so Z plus is a semigroup. ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് കണ്ടെത്താൻ പറ്റും. ആ എക്സാമ്പിൾസ് നിങ്ങൾ കണ്ടെത്തണം. ഞാനത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം, അസൈൻമെൻ്റ് ആയിട്ട് ഇടാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ടേബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് എ binary operation, and we define two new terms here. Groupoid is similar to sometimes we use the term algebraic structure instead of groupoid. Both the terms are same. A set together with a binary operation is known as a groupoid, and semigroup means if the given binary operation is associative, then we can say that algebraic structure is a semigroup. Thank you.